പത്തനംതിട്ട ഉൾപ്പെടെ സംസ്ഥാനത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFന് എത്ര സീറ്റ് കിട്ടും? 2019 താഴേക്ക് പോകില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റിലും LDF ജയിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു കാറ്റ് മാറി വീശുന്നിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും. കാരണം ഉറച്ചൊരു നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമല്ലേ, ന്യൂനപക്ഷ സംരക്ഷണത്തിന്. പണ്ട് ഈശ്വരവിശ്വാസത്തിന്റെ പ്രശ്നം പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഓടിക്കാം. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ചെയ്തു, അല്ല നിങ്ങൾ തൊഴിലാളിയെ കൃഷിക്കാരനാണെങ്കിൽ നമുക്ക് സംഘടിക്കാന്ന് പറയാം, നല്ലത് ഈശ്വരവിശ്വാസമാണല്ലോ എന്നുള്ള ചോദിക്കുന്ന യുക്തിവാദികളല്ല. നമ്മൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് വർഗങ്ങളെ, നമ്മുടെ കൃഷിക്കാരും തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പറഞ്ഞാലും ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വിശ്വാസത്തിന്റെ പ്രശ്നം. പക്ഷേ ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഏറ്റവും ഉറച്ച നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമല്ലേ. എന്തെങ്കിലും വേവറിംഗ് ഉണ്ടോന്ന്, അത് ബാബറി മസ്ജിദ് ആയാലും ഇപ്പോഴത്തെ പുതിയ പള്ളികളുടെ തർക്കത്തിലായാലും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചാഞ്ചല്യം ഇല്ലല്ലോ. ഞങ്ങൾക്ക് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരുമല്ലോ. കോൺഗ്രസ് പിന്നെ വർക്കിംഗ് കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് എന്നിട്ട് അഴകുഴമ്പൻ നിലപാടല്ലേ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത് കാണുന്നുണ്ടേ മനുഷ്യര്, അതൊക്കെ അവരുടെ ചിന്തയൊക്കെ സ്വാധീനിക്കും. അപ്പൊ അത് വലിയ മാറ്റം കേരളത്തിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതായിരിക്കും. അത് LDFനെ തകർപ്പൻ വിജയത്തിലേക്ക് കൊണ്ടുപോകും. അവസാനമായി ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ വിജയം 40,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. LDF സ്ഥാനാർത്ഥി വീണ ജോർജ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 40,000 വോട്ടിന്റെ ആ ഒരു മുൻതൂക്കം, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ മുൻതൂക്കം, ആ ഒരു നമ്പറിൽ എങ്ങനെയായിരിക്കും? എത്ര ഭൂരിപക്ഷം, ഏത് മുന്നണിയാണെങ്കിലും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അന്ന് ഇത്രയും ഭൂരിപക്ഷം എങ്ങനെ കിട്ടിയ? യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ആസൂത്രിതമായൊരു മീഡിയ ഇടപെടലായിരുന്നു. ഒരഭിപ്രായ വോട്ടെടുപ്പ് സർവേ, അതില് LDF അല്ല 2, LDF 3-ാം സ്ഥാനത്താണ്. NDA ജയിക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന് വരുത്തുന്നു. അത് ന്യൂനപക്ഷങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുന്നു. എന്തു വന്നാലും NDA ജയിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ വളരെ സംഘടിതമായിട്ട് തന്നെ ചില വിഭാഗങ്ങൾ കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു. അതല്ലേ ഉണ്ടായത്. അപ്പൊ അതൊന്നും നോക്കണ്ട, കഴിഞ്ഞ കാലത്തൊന്നും നോക്കണ്ട. പത്തനംതിട്ട മാറിപ്പോയെന്ന്. ഇവിടെ മുഴുവൻ MLA-മാർ 7-ൽ 7 LDF അല്ലേ. എല്ലാ ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് പഞ്ചായത്ത് ഒഴികെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത്, 2 ജില്ലാ പഞ്ചായത്തും LDF-ന്റെ അല്ലേ. മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് LDF-ന്റെ അല്ലേ. വലിയൊരു മാറ്റം. അപ്പൊ ഇനി ബാക്കി അവശേഷിക്കുന്നത് നമ്മുടെ ലോക്സഭയാണ്. അതും ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കും.